അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? പടച്ച റബ്ബ് നമ്മളെ ഓൻ്റെ ഉത്തമ ഇബാദുകളിൽ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓനിക്ക് നന്ദി ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ, ഹംദ് പറയാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ അതുപോലെ ക്യാപ്ഷനൊക്കെ കണ്ടതുപോലെ തന്നെ ഇൻഷാ അല്ലാ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്, ഒരു സമയമാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഗർഭിണിയാകുക എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർ സ്വയം തന്നെ ഗർഭിണികളാകുക എന്നുള്ളത്, പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആളുകൾ, കുടുംബങ്ങളൊക്കെ ഗർഭിണിയാകുമ്പോൾ ശരിക്കും വളരെയധികം സന്തോഷമാണല്ലേ അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഗർഭിണികളുണ്ട്. അള്ളാഹു അവർക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാണ്ട് പ്രയാസപ്പെടുന്ന, മക്കളില്ലാണ്ട് ഇടങ്ങേറാകുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ടവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പടച്ച റബ്ബ് അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ ആ സമയം മുതൽ അവളുടെ ലൈഫിൽ, അവരുടെ നിത്യജീവിതത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡ്യൂറേഷനിൽ ശരിക്കും പതിവാക്കേണ്ട ഇസ്മുകളും ആയത്തുകളും സൂറത്തുകളും ഒക്കെയാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് പതിവാക്കിയാൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടി വളരെയധികം നല്ല സ്വാലിഹായ ഒരു സന്താനമായിട്ട് ഇൻഷാ അല്ലാ പടച്ച റബ്ബ് അതിനെ മാറ്റുന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് പടച്ച റബ്ബ് മാറ്റും. അതുപോലെ തന്നെ അതിലുള്ള കേടുപാടുകൾ, അതിനുള്ള വൈകല്യങ്ങളൊക്കെ പടച്ച റബ്ബ് നികത്തും ഇൻഷാ അല്ലാ. നല്ല നമ്മളെ അനുസരിക്കുന്ന, നമ്മളെ മറ്റുള്ള ജനങ്ങൾക്കിടയിൽ വഷളാക്കാത്ത, ജനങ്ങൾക്കിടയിൽ നമ്മളെ തളർത്താത്ത, ജനങ്ങൾക്കിടയിൽ നമ്മളെ മാനം കാക്കുന്ന മക്കളാക്കി പടച്ച റബ്ബ് നമ്മുടെ സന്താനങ്ങളെയാക്കി മാറ്റും. ഈ പറയുന്ന ഇസ്മുകളും സൂറത്തുകളും ആയത്തുകളും ഒക്കെ പതിവാക്കിയാൽ മറ്റും ഒരുപാട് രഹസ്യ പൊരുളുകൾ അടങ്ങിയ വളരെയധികം ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്മുകളും അതുപോലെ സൂറത്തുകളും ആയത്തുകളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വഫഖനല്ലാ. എന്നാണെങ്കിലും ഇത് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരെ ഇത് അറിയിക്കുക. അവരുടെ ലൈഫിൽ വളരെയധികം നല്ല നേട്ടങ്ങൾ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മുതൽ അധികരിപ്പിക്കേണ്ട 2 ഇസ്മുകളാണ് യാ വാരിസു യാ മുസവ്വിറു. പടച്ച റബ്ബിൻ്റെ ഇസ്മുകളാണ് യാ വാരിസു യാ മുസവ്വിറു. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയാണോ ചൊല്ലാൻ സാധിക്കുന്നത് അത്ര തവണ എല്ലാ ദിവസവും പതിവാക്കുക, അധികരിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. ഇത് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് പടച്ച റബ്ബ് കൊടുക്കുന്നതാണ്. ആ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പടച്ച റബ്ബ് അതൊക്കെ നികത്തിയിട്ട് പടച്ച റബ്ബ് ഇൻഷാ അല്ലാഹ് മാറ്റി കൊടുക്കുന്നതാണ്. വഫഖനല്ലാഹ്. ഇതാണ് ചൊല്ലേണ്ട ഇസ്മുകൾ. ഇനി ആയത്തുൽ കുർസി നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി, ഇത് ഇൻഷാ അല്ലാഹ് പതിവാക്കേണ്ട ഒരു ആയത്താണ് ഒരു ഗർഭിണി. അതുപോലെ പതിവാക്കേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. മുഅവ്വിദത്ത് എന്ന് പറഞ്ഞാൽ 2 സൂറത്തുണ്ടായില്ല, സൂറത്തുൽ ഫലഖുണ്ട്, സൂറത്തുൽ നാസുണ്ട്. ഈ പറയുന്ന സൂറത്തുകളും പതിവാക്കേണ്ട സൂറത്തുകളാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റും ഒരുപാട് ആയത്തുകളും ദിക്റുകളൊക്കെ ഉണ്ട്, ഞാൻ ചുരുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം. മനസ്സിലായി? ഇതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പതിവാക്കാൻ എളുപ്പമായിരിക്കും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ബറക്കത്ത് ആ കുട്ടിയിൽ കാണും, നമ്മുടെ ലൈഫിൽ കാണും ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ചൊല്ലേണ്ട ഇസ്മുകൾ യാ വാരിസു യാ മുസവ്വിറു, ഇങ്ങനെയുള്ള 2 ഇസ്മുകൾ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി. അതുപോലെ ചൊല്ലേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ ചൊല്ലുക. മിനിമം 1 തവണയെങ്കിലും ചൊല്ലിയാൽ അതിൻ്റെ ഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കും. വഫഖനല്ലാഹ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.